അമിതമായിട്ടുള്ള മദ്യപാനം, കലഹപ്രിയത, പരസ്പര വിശ്വാസമില്ലായ്മ, ഇതൊക്കെ ഒരു ഗ്രഹത്തിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്നും കലഹവും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം നമ്മളവിടെ ചെന്ന് രാശി വെച്ചൊക്കെ നോക്കുമ്പോൾ അവിടെ സർപ്പദോഷം ചിലപ്പോൾ കാണാം, ഭൂമി സർപ്പദോഷം കാണാം. പിന്നെ പോക്കുവരവ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് പിന്നെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. സജയൻ സർ, ഇപ്പോൾ വാസ്തുവിൽ പല രീതിയിലുള്ള എനർജികളെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ വീട്ടിലത്തെ എന്തൊക്കെ എനർജികളാണ് അവരെ ദോഷമായിട്ട് ബാധിക്കുന്നത്? ഇപ്പോൾ ചില സമയത്ത് പറയാറുണ്ട്, ഒരു വീട്ടിൽ വെച്ചാരാധനയുള്ള സ്ഥലമായിരുന്നു എങ്കിൽ ആ ഒരു എനർജി അവിടെ അപ്പോഴും ഉണ്ടെങ്കിൽ, ആ പുതിയ ആളുകൾ താമസിക്കുമ്പോൾ ആ എനർജി അവിടെ ഉണ്ടെങ്കിൽ അത് അവരെ ദോഷമായിട്ട് ബാധിക്കും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭൂമിയിൽ വ്യത്യസ്തമായ എനർജിയാണുള്ളത്. എനർജി എല്ലാം ഒന്നാണ്, അത് നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ അതിന് പേരിട്ട് വിളിക്കുന്നതാണ്. പക്ഷേ നമ്മളിൽ അത് വിപരീത ഫലം ഉണ്ടാക്കുമ്പോഴാണ് അത് നെഗറ്റീവ് ആകുന്നതും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാക്കും, നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതിൻ്റെ വിവിധ ഘടകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാത്രിയും പകലും പോലെയാണ് ഈ പറയുന്ന നെഗറ്റീവും പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ രാത്രി അനിവാര്യമാണ്, പകലും അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ നെഗറ്റീവും പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ യഥാർത്ഥം നിലനിൽക്കത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് പോസിറ്റീവിന് വില വരുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് എല്ലാത്തിനെയും നമ്മളങ്ങനെ നിരാകരിക്കാൻ പാടില്ല. പിന്നെ ഇപ്പം ചോദിച്ചതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീട് ഞാൻ പറഞ്ഞില്ല, വീടിന് വിവിധമായ നമ്മൾ മുമ്പ് പറഞ്ഞ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഒരു വീടിനുള്ളത്. അപ്പം അവിടെ താമസിക്കുന്നവരുടെ നിരന്തരമായ ഇടപെടലുകളെ, അവരുടെ മാനസിക കാര്യങ്ങളൊക്കെ ഒരു വീടിനെ നെഗറ്റീവ് ആക്കാം. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കാര്യത്തെ നേർവഴിക്ക് ചിന്തിക്കാത്ത ഒത്തിരി വ്യക്തികളുണ്ട്. അമിതമായിട്ടുള്ള മദ്യപാനം, കലഹപ്രിയത, ഒരു പരസ്പര വിശ്വാസമില്ലായ്മ, ഇതൊക്കെ ഒരു ഗ്രഹത്തിൽ അടിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്നും കലഹവും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ അവർ വന്ന് പറയുന്നത്, ഇവിടെ ഞങ്ങളിൽ എന്തോ ബാധിച്ചിട്ടുണ്ട്, ഇവിടെ എന്തോ പ്രേതബാധയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എന്തോ ഒരു ഘടകം ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ പോലുള്ള പൂജ ചെയ്യുന്നവരും അല്ലെങ്കിൽ വാസ്തുക്കാരെയൊക്കെ വന്ന് കണ്ടിട്ട് അവർ പറയും, ഒന്ന് വന്ന് നോക്കണമെന്ന് പറയും. അപ്പം നമ്മളവിടെ ചെന്ന് രാശി വെച്ചൊക്കെ നോക്കുമ്പോൾ അവിടെ സർപ്പദോഷം ചിലപ്പോൾ കാണാം, ഭൂമി സർപ്പദോഷം കാണാം. പിന്നെ പോക്കുവരവ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് പിന്നെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പോക്കുവരവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് ഒരു എനർജിയുടെ അമ്പലങ്ങൾ, രണ്ട് ക്ഷേത്രങ്ങളുടെ ഇടയിൽ ചിലപ്പം പോക്കുവരവ് പോലെ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ പാസിങ്ങിനെയാണ് ആ പറയുന്നത്. അപ്പോൾ ഇത് ഉള്ള വീടാകാം. അങ്ങനെ നമ്മൾ ചിലപ്പം ജ്യോതിഷപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നിരവധിയായ കാരണങ്ങളായിരിക്കും ആ ഗ്രഹത്തിൽ കാണുന്നത്. അപ്പോൾ ഇതിനൊരു മാനസിക തലമുണ്ട്. ഇപ്പോൾ ഒരു ആളുടെ വിശ്വാസം അതിന് വലിയ ഘടകമാണ്. ഇപ്പോൾ ആ വീട്ടുകാരുടെ വിശ്വാസം ഒരു ഘടകമാണ്. അവർ ഹിന്ദുക്കളാണെങ്കിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിലോ ഏത് സമുദായത്തിൽ വിശ്വസിച്ചാലും അവർക്കൊരു വിശ്വാസം ഉണ്ടാവും. എനിക്ക് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് എന്നവർ തറവായിട്ട് വിശ്വസിച്ചിരിക്കുകയാണെന്ന് വെച്ചു. അവിടെ നമ്മളവിടെ യുക്തിപൂർവമായിട്ടൊരു ചിന്തയാണ് അവിടെ പുലർത്തേണ്ടത്. അവിടെ വിശ്വാസത്തിലപ്പുറമായിട്ട് അവരുടെ വിശ്വാസത്തിന് നിവർത്തിക്കുക എന്നുള്ളതാണ് ഒരു വാസ്തുക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ജ്യോതിഷനാണെങ്കിലും ചെയ്യേണ്ടത്. കാര്യം അവരുടെ വിശ്വാസത്തിന് ഊന്നി മാത്രമേ എനിക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. കാര്യം അത് അവരിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ മാറ്റിമറിക്കാൻ എനിക്ക് പറ്റില്ല. ചിലർ ചെല്ലുമ്പോഴേ നമ്മളോട് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിലൊരു പ്രേതബാധ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ മരിച്ചാണ്, വർഷങ്ങൾക്ക് മരിച്ചാണ്, ഇരുത്തിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഞങ്ങളുടെ വല്യച്ഛനായിരിക്കാം, ഞങ്ങളുടെ അല്ലെ കാരണവരായിരിക്കാം എന്ന് പറയും. അപ്പോൾ അവരിൽ രൂഢമൂലമായിരിക്കുന്നൊരു കാര്യമുണ്ട്. ആ മുമ്പ് പറഞ്ഞ ടൈം സ്ലിപ്പ് പോലെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സങ്കല്പമുണ്ട്. ഈ മരണപ്പെട്ട ആളിവിടെ ഉണ്ട്, ഈ ആൾ എന്നെ സ്വാധീനിക്കുന്നുണ്ട്, ഞങ്ങളിൽ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നൊക്കെ അവർ വിചാരിച്ചു വെക്കുന്നു. ഈ വിശ്വാസം നമ്മൾ അവരിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ അവിടെ ചെന്നത് അങ്ങനല്ല ഇങ്ങനെയല്ല, നിങ്ങളുടെ വീടിൻ്റെ തെക്കുവശത്ത് കക്കൂസ് മാറ്റിയാൽ മതിയെ എന്നൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അത് ഫലപ്രദമാകില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. അതായത് നമുക്ക് അവിടെ ചിലപ്പോൾ ആവാഹനാദി ക്രിയകളൊക്കെ നടത്തേണ്ടി വരും. അതായത് ഈ പ്രേതാവാഹനം എന്നൊക്കെ പറയുന്ന ക്രിയകളൊക്കെ ഉണ്ട്. മരണപ്പെട്ടു പോയിരിക്കുന്ന പരേതാത്മാക്കളെ ആവാഹിച്ച് വേറെ എവിടെയെങ്കിലും ഒരു ചൈതന്യത്തിലേക്ക് ആവാഹിച്ചിരുത്തുന്ന സംവിധാനമാണ് നമ്മൾ ഈ പ്രേതാവാഹനം. അപ്പോൾ പ്രേതാവാഹനത്തിൽ ഒത്തിരി നിബന്ധനകളും ശാസ്ത്രീയമായ ഒത്തിരി കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഒരു മാനസിക തലമുണ്ട്. അപ്പോൾ ഇവർക്ക് അതൊരു രൂഢമൂലമായിരിക്കുന്ന വിശ്വാസത്തെയാണ് നമ്മൾ ബലപ്പെടുത്തുകയും കൂടെ ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ അവരുടെ അത് അന്ധവിശ്വാസമാണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഈ വിശ്വാസം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളത്തുമില്ല.
കാര്യം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ പ്രേതം അവരെ ഉപദ്രവിക്കുന്നത് തന്നെ ആയിരിക്കെ. അതിനാണ് ഹൈന്ദവർ ബഹുഭൂരിപക്ഷവും അവരുടെ പരിഹാരക്രിയകൾ വലിയ കളം വരച്ച് നിലവിളക്കൊക്കെ വെച്ച് ഭയങ്കര ആലങ്കാരികമായിട്ടായിരിക്കും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലേ? ഞങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ആലങ്കാരികമായി ചെയ്യുന്ന ഈ കർമ്മങ്ങളിലൂടെ ഇവരുടെ മനസ്സിനൊരു, നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കണ്ടാണ്. അപ്പോൾ മനസ്സിലേക്ക് വന്നത് തീർച്ചയായിട്ടും അത് ആ പടം നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ ആലങ്കാരികമായ ചില കർമ്മങ്ങളിലൂടെ ഇവരുടെ മാനസിക തലത്തെ പരിവർത്തിപ്പിച്ച് അവരിൽ മാറ്റം സംഭവിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതിനൊരു ആത്മീയമായ ഒരു ചൈതന്യ തലം ഉണ്ട് അതിന്. അതുകൂടാതെ ഒരു മാനസിക തലം കൂടെ ഉണ്ട്. ഇതിനെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായ ഒരു സമീപനം കൂടെ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു ജ്യോതിഷൻ, ഒരു വാസ്തുക്കാരൻ എടുക്കേണ്ടതുണ്ട്. കാര്യം ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ അവരുടെ മാനസിക തലത്തെ കൂടെ പരിശോധിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ. അപ്പോൾ അവരിൽ അത്ര രൂഢമൂലമായ വിശ്വാസം ഉണ്ടെങ്കിൽ ആ പ്രേതത്തെ ആവാഹിച്ച് തന്നെ മാറ്റണം. ആ വിശ്വാസം ആണ് അവരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ കണ്ടറിഞ്ഞ് ചെയ്യണം. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ ആവശ്യമായ മാറ്റകേറ്റങ്ങൾ, എനർജിയുള്ള ഒരു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ആ ഭൂമിയിൽ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്താൽ മാത്രം അവർക്ക് മതിയാവും. വാസ്തുപരമായ ചെറിയ ചെറിയ മാറ്റകേറ്റങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് വ്യത്യാസം വരും. പക്ഷേ ചിലരിൽ അത് അവർ അംഗീകരിക്കില്ല. അവർ പറയും ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ചെയ്യണമെന്ന് പറയും. അന്നേരം അതിന് ചെയ്യാനുള്ള ശാസ്ത്രീയ വിധി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ആവാഹനക്രിയകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ എനർജികളുടെ കാര്യം ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ വെച്ചാരാധന അങ്ങനെയല്ലാതെ വേറെ എന്തൊക്കെ എനർജികളാണ് ഈ ഒരു വീട്ടിലുണ്ടാവുക? വെച്ചാരാധന മാത്രമല്ല, ഞാൻ പറഞ്ഞ മരണപ്പെട്ടു പോയിരിക്കുന്ന ആത്മാക്കളുടെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകാം. കുറച്ചു പേരിലെങ്കിലും സർപ്പഭയത്തിലായ സർപ്പദോഷത്താൽ പ്രധാന പ്രശ്നമാണ്. സർപ്പദോഷം അവരിൽ ബാധിച്ചായിട്ട് കാണാം. ചിലപ്പോൾ ഈ പോക്കുവരവ് എന്ന് പറയുന്ന ഈ എനർജിയുടെ പോക്കുവരവ് അവരെ ബാധിച്ചെന്നിരിക്കാം. അങ്ങനെ നിരവധിയായ കാരണങ്ങളാണ് ഒരു വീടിൻ്റെ ഈ നെഗറ്റീവ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം എല്ലാത്തിനും ആവാഹനമല്ല. ആവാഹനം വരുന്നത് പലപ്പോഴും ഈ സർപ്പഭാവത്തിൽ ആവാഹനം നടത്താം. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ പിതൃക്കളെ ആവാഹിക്കാം. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു വിശ്വാസ തലത്തിലുള്ള പൂജാതി കർമ്മങ്ങളിലൂടെ അവരുടെ ആന്തരികമായ പരിവർത്തനം നടത്തുന്ന ചില കർമ്മങ്ങളിലൂടെയൊക്കെ അവർക്ക് മാറ്റകേറ്റങ്ങൾ സംഭവിപ്പിക്കാം എന്നേ ഉള്ളൂ. ഈ ആവാഹനം ചെയ്യുന്നത് ഈ പിതൃവിനെ ആവാഹിക്കുകയാണ്. മരിച്ചുപോയവരെ ശരിയാണ്. കാര്യം മരണപ്പെട്ടുപോയവരുടെ കാലങ്ങളോളം അവർക്ക് മരിച്ചവർക്ക് വേണ്ടത് സ്മരണയാണ്, ഓർമ്മയാണ്. അവരെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. ഓർമ്മയാണ് അവർക്ക് പ്രധാനം. അല്ലാതെ വേറെ ഒന്നും അവർക്ക് കൊടുക്കേണ്ടതില്ല മരിച്ചവർക്ക്. ആ സ്മരണ നിലനിർത്തുന്ന കർമ്മങ്ങളാണ് നമ്മൾ ഈ പിതൃകർമ്മങ്ങളിലൂടെ എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ സ്മരിക്കുന്നതിന് വേണ്ടി ഉതകുന്ന ഒരു ക്രിയയും കൂടാണ് ഈ ആവാഹന ക്രിയകളൊക്കെ. അപ്പോൾ അവരെ ഒന്ന് ഓർക്കാൻ അവസരം കിട്ടുന്നു. നമ്മൾ കർമ്മം ചെയ്യുന്നു, ബലിതർപ്പണം ചെയ്യുന്നു, വിളക്ക് വയ്ക്കുന്നു, അവരെ ആ സമയത്ത് അവരെ സ്മരിക്കുന്നു. ഈ സ്മരണയിലൂടെ തന്നെ അവരെ വേർപെട്ട് പോയതായിട്ട്, അത് പിതൃവിനെ വേർപെടുത്തിയെടുക്കുകയാണ് നമ്മളിൽ നിന്ന്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പിതൃസങ്കല്പത്തെ വേർപെടുത്തി വേറൊരു ചൈതന്യത്തിലേക്ക് ലയിപ്പിച്ച ഒരു വിശ്വാസത്തിലേക്ക് അവരെ എത്തിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇടവലായി കിടക്കുന്ന മാനസികമായ ഈ പ്രശ്നം കൂടെ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയ തലം. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ആവാഹിക്കുന്ന ആ ഒരു എനർജി നമ്മൾ വേറൊരു സ്ഥലത്ത് നിക്ഷേപിക്കണമല്ലോ, അല്ലെങ്കിൽ കൊണ്ട് ആക്കണമല്ലോ. അപ്പം അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അപ്പം നമ്മളത് അങ്ങനെ ഒരു ക്രിയ ചെയ്യേണ്ടത്? പിതൃക്കളെ ആവാഹിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ശിവചൈതന്യത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വിഷ്ണു പദത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. നമ്മൾ രാമപാദം ചരണേ മുകുന്ദ രാമപാഹ്യമാണ് പറയും. രാമൻ്റെ പാദങ്ങളിലോ അതുപോലെ ദേവചൈതന്യങ്ങളിലേക്ക് ആ ചൈതന്യത്തെ കൊണ്ടുവന്ന് വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ പിതൃ സുരക്ഷിതമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ ആവാഹിക്കപ്പെടുന്ന പിതൃവിനെ ചിലപ്പോൾ അവർ പല രൂപത്തിലായിരിക്കും ആവാഹിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു ലോകത്തിലേക്കായിരിക്കും ആവാഹിക്കുന്നത്, അല്ലെങ്കിൽ ആൾരൂപങ്ങളിലേക്കായിരിക്കും ആവാഹിക്കുന്നത്. അപ്പോൾ ആ ചൈതന്യ സ്ത്രീയാണോ പുരുഷനാണോ നോക്കും. അപ്പോൾ ആ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ആൾരൂപം എടുക്കും. ആ രൂപത്തിലേക്കാണ് ഈ ചൈതന്യത്തെ ആവാഹിച്ചെടുക്കുന്നത്, ഈ മരണപ്പെട്ടവരുടെ ആത്മാവിനെ ആവാഹിക്കുന്നത്. ഈ ആവാഹനക്രിയകളൊക്കെ ചെയ്ത് ഈ പിതൃവിന് മോക്ഷം കിട്ടുന്ന കുറേ കർമ്മങ്ങൾ ചെയ്യണം. വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, അങ്ങനെ നിരവധി ഹോമങ്ങളൊക്കെ നടത്തി അവിടെ ചൈതന്യം വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഈ പിതൃവിനെ ആവാഹനക്രിയ ചെയ്ത് നമ്മൾ ആവാഹിച്ചെടുക്കുന്നത്. എടുത്തിട്ട് ഇതുപോലുള്ള ഒരു ക്ഷേത്രത്തിൽ, ഈ പറഞ്ഞ പോലുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആ ചൈതന്യത്തിലേക്ക് ഇതിനെ വിലയം പ്രാപിപ്പിക്കുമ്പോൾ അവിടെ ആ പിതൃ സുരക്ഷിതമായിത്തീരും എന്നുള്ള സങ്കല്പത്തിന്മേലാണ് നമ്മൾ ഇത്തരം ക്രിയകളൊക്കെ ചെയ്യുന്നത്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും
ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.